പാത്ത് തടി കുറയ്ക്കുകയാണേ. ഞാൻ തടി കുറക്കും കാണിച്ചാൽ ഞാൻ 2 മാസം കൊണ്ട് 3 നേരം നൂഡിൽസ് കഴിച്ചും 2 മാസം കൊണ്ട് 6 കിലോ കുറക്കും. ഞാൻ 6 കിലോ കുറക്കും. എന്ത് ചെമ്പിലെ ചോറ് അങ്ങനെ മാറ്റില്ല. എന്നും എന്നും പറയും തടി കുറക്കും ഷുഗർ കട്ട് പറയും. എന്നിട്ടോ ഇതുപോലെ വെട്ടി വീങ്ങും. ആ തിന്നേനെ ചെമ്പോടക്കം തിന്നിട്ട് തടിച്ച് കുള്ളത്തെ കിടപ്പത്തിനെ ഓൾറെഡി. ഞാനും ഇവളും കൂടി പോയിട്ട് ആൾക്കാർ വെച്ചിരുന്ന ഞാൻ ഓടി 7 വയസ്സ് 8 വയസ്സ് മാറ്റണ്ട്. ഓളെ കുട്ടിയാന്നല്ല, ഓളെ അനിയനാണോ എന്നോട്. അപ്പത്തന്നെ ഞാൻ എന്നോട് ബഹുമാനം തോന്നിക്കാണെങ്കിൽ കുറച്ച് നീച്ചുന്നു. ഇവക്കാണ് ആകെ ചർച്ച ചെയ്ത്. അന്ന് പറഞ്ഞു തുടങ്ങിയ ഇവള് തീറ്റ കുറക്കണം. തീറ്റ കുറക്കാണെന്ന്. എന്നിട്ട് ഫുൾ ടൈം തിന്നേനെ കുറച്ച് 2 മാസം കാണിച്ചേ. 2 മാസം കൊണ്ട് 6 കിലോ കുറക്കും. ഞാൻ എന്നും ഷവർമ കൊണ്ടുപോകും. കഴിക്കൂല. ഷവർമ തടിച്ചൂല. ഞമ്മ ഒരു നേരത്തെ ഫുഡാണ് ഒഴിവാക്കിയാൽ. പക്ഷെ ചോറ് ഷുഗറ് സ്പൈസിയാണ്. ഇത് കഴിക്കാം. ഇത് മൈദയാണ്. മൈദ ഒക്കെ വേണ്ട. ഏതാ അവനാർക്ക് ആവശ്യമുള്ളതൊക്കെ തിന്നുക. ഒരു ഡയറ്റ് ഒന്നും പേര്. എക്സസൈസ് ചെയ്യണ്ട്. എപ്പോ? രാവിലെ പണി ചെയ്യാണ്ട്. സുംബ ഡാൻസോ? സാധാ നോർമൽ സുംബ ഒഴിവാക്കി. ഒരു പ്രശ്നമുണ്ട്. മക്കളെ സുംബ ചെയ്താല് മാനസികമായിട്ട് തകരണറിന്. തലി പാൻഡ് ചൊറിഞ്ഞുണ്ട്. കുളിച്ചാഞ്ഞിട്ടാണെങ്കിലേ കുളിച്ചിട്ടാണെങ്കിൽ ഞാൻ ഒരു ദിവസം 3 നേരം കുളിക്കണ്ട്. എത്ര പ്രാവശ്യം വിളിച്ചേ? ഒലക്ക വിളിച്ചു. പച്ചപ്പോളി പറയരുത്. എന്നിട്ട് അത്രമാൻ ഇവിടെ വാടാ. അത്രമാൻ വേണം. അത്രമാന് ചിരിച്ചാ നോളിച്ചാ ഡാൻസ് കളിച്ചാ. ഈ മൂൾ ഡാൻസ് എന്തിനാ? ഒരു ഇത് പറഞ്ഞില്ല. മമ്മാനി പണി അതിലെ പഠിച്ചു നിൽക്കണ്ടേ. ഞാൻ പറഞ്ഞില്ല. പോടന്നേ മണ്ട കുത്താൻ തരൂ. ഒരാൾ കുത്തറ കേറ്റിണ്ട് തിന്നാനേ. അന്റെ കുട്ടി കൊടുത്താ ഉണക്കം തരുമോ? സ്വന്തം മോളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോലെ അനിയത്തി, സ്വന്തം മോളെ കുളിപ്പിക്കുന്നത് അനിയത്തി, സ്വന്തം മോക്ക് ഡ്രസ്സ് മാറ്റി കൊടുക്കുന്നത് അനിയത്തി. പാവം ഇവളിങ്ങനെ ഇരിക്ക തിന്ന കറങ്ങ. അതൊക്കെ പണ്ടേ ഉള്ളൊരു നിയമമാണ്. എവിടത്തെ മക്കളാ എന്റെ നിസമോളെ മക്കളെ ഞാൻ ആദ്യം ഇവിടെ വാ. അടുക്കള ഇന്നലെ KSRTCയില് ഒരു പെണ്ണ് കണ്ടത് എന്താ അഭിപ്രായം? അത് ഞാൻ യോജിക്കുന്നില്ലെന്ന് ഞാൻ യോജിക്കുന്നു. ഓക്ക് തൂറാൻ പറ്റില്ല പറഞ്ഞേ. ഓക്ക് ടോയ്ലറ്റ് കുറവുള്ളതുകൊണ്ടായിരുന്നു. പക്ഷെ ഓക്ക് അത് പറയുമായിരുന്നു. ഇപ്പൊ എന്താ കുറവ്? $28,000 ഫൈൻ അടിച്ചു. ഓക്കൊരു അപ്പിടാൻ പോയി തള്ളിയതാണ് എന്റെ സംശയമുണ്ട്. ഓളെ അഹങ്കാരം. ഒരാൾക്ക് തൂറാൻ മുട്ടി അങ്ങനെ വിടാവോ? ആ കൊലത്ത് ഇത് പിന്നെ കൊടുത്ത് തിന്നാണല്ലോ പിരിന്തീറ്റ. ഈ കൊലത്ത് പോയത് ബിരിയാണിയോ? ഇപ്പൊ കൊറേ അത് കഴിച്ചു ബിരിയാണി. തടി കുറക്കാനാണ് ഇപ്പൊ കൊച്ചു കുഞ്ഞി ഇപ്പത്തെ സ്വഭാവം മാറി മാറ്റത്. ഞാൻ പറഞ്ഞത് ഡയലോഗ് ഞാൻ പറഞ്ഞില്ല. അപ്പൊ ഇത്തിരി നേരം ഞാൻ പറഞ്ഞ അതന്നല്ലേ. ഇപ്പൊ മിഞ്ചിട്ടി ഓട്ടോ ഓടിക്കണം അങ്ങോട്ട്. കുറച്ചും പോലെ വിഷമം പറയാൻ തടി കൂടിക്കണ ഇറങ്ങാണ്ട് ഞാൻ കൈ നക്കിയാളെ അല്ല. KSRTCയില് ആക്രമണം ചെയ്ത പെണ്ണിനെ കുറിച്ച് എന്താ അഭിപ്രായം? അതന്നെ ബോറോ? ആ പുള്ളി തൂറാൻ മുട്ടിച്ചാണല്ലോ. ബാത്റൂം മുട്ടിയത് കൊണ്ട് ആണ് കച്ചവടം ഉണ്ടാക്കിയത്. ഓളുണ്ടാക്കിയ ഐഡിയ ലാസ്റ്റിക്ക് 28 ഗ്ലാസ് പൊട്ടിച്ചിട്ട് ഞങ്ങൾ പാത്തൂര് ഇറക്കണ്ടേ KSRTCക്ക്. ഞങ്ങൾ KSRTC ബസ് 4 ചുറ്റും പൊട്ടിക്കും. മരിച്ചില്ലേ? മരിച്ചു.
വെറുതെ ലാസ്റ്റ് ഉണ്ടാക്കിയത് ബാത്റൂം തൂറാൻ വേണ്ടി അത് പറഞ്ഞാ മതിയല്ലോ. KSRTC ബസ്സിന്ന് ബാത്റൂമിന് ബാത്റൂം പോകാൻ മുട്ടിയാൽ ബാത്റൂം എങ്ങനെ പറയും എനിക്ക് ബാത്റൂമൊക്കെ പോകാനുണ്ട് പറഞ്ഞു ഒരു കുഴപ്പമില്ല, അല്ലാതെ ഗ്ലാസ് പൊട്ടിച്ചാൽ ഇറക്കൂല അല്ലേ. അത് ആൾക്കാർ പൊട്ടിച്ചാണ്, അത് സേഫ്റ്റി കണ്ടിട്ട് പെട്ടെന്ന് ചോട്ടി പൊട്ടി ആ കണ്ടിട്ടില്ല ചുറ്റിക്കണം. ആ ചുറ്റിക കൊടുന്ന് വെച്ചാണ് കേസ് അല്ലേ, അല്ല നമ്മൾ പൊട്ടിച്ചല്ല. KSRTC ബസ്സില് KSRTC ബസ്സില് ടോയ്ലറ്റ് കൊണ്ടുവരണമെന്നാണ് പറയുന്നത്. പാത്തുവിന്റെ അഭിപ്രായമാണ് KSRTC ബസ്സില് ടോയ്ലറ്റ് വേണം, കുളിക്കാനുള്ള സൗകര്യം കൊണ്ടുവരുന്നുണ്ട്, വേണമെങ്കിൽ സ്വിമ്മിംഗ് പൂളിലാക്കാം. ആള് കുറവാ KSRTCയിലോ ഇഷ്ടം പോലെ. പെണ്ണുങ്ങൾക്ക് ഫ്രീ ആണ് കൊടുക്കേണ്ടത്, എന്താ അഭിപ്രായം? ഇന്നാലും ആര് KSRTC കയറണോ, ആര് കയറണോലില്ല, എല്ലാരും പ്രൈവറ്റിലാണ്. ഫ്രീ ആണ്. ആ നിയമത്തോട് ഞാൻ യോജിക്കണില്ല. കാരണം പിന്നെ വാർദ്ധക്യം പിടിച്ച കുറെ ആൾക്കാർ വയസ്സന്മാരായാലും സ്ത്രീകളായാലും ഒക്കെ കൊടുക്കണം. അതന്നെ പ്രയോജനം കൊടുക്കണം, പെണ്ണുങ്ങളായാലും കൊടുക്കണം. അല്ല ഇപ്പൊ കൊറേ നിയമങ്ങൾ പെണ്ണുങ്ങൾക്ക് അനുകൂലമായിട്ടാണ്. കൊറേ പെണ്ണുങ്ങൾ ആവശ്യമില്ലാത്ത എല്ലാരെയും പറയണില്ല, കൊറേ പെണ്ണുങ്ങൾ അപ്പൊ മനസ്സിലായ ഏറ്റവും ചെയ്യാൻ സ്വഭാവം പെണ്ണുങ്ങൾ മനസ്സിലായില്ലേ. എല്ലാവർക്കും ഒരേപോലത്തെ നിയമം കൊടുക്കണം, ആണുങ്ങൾക്ക് പെണ്ണുങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഒരേപോലെ. പെണ്ണുങ്ങൾക്ക് ഞാൻ മുഖ്യമന്ത്രി ആവാണെങ്കിൽ ഞാൻ ഒറ്റ ദിവസം മുഖ്യമന്ത്രി ആയപ്പോ കാട്ടുക രാജഭരണം നടത്തുന്നത്. പാത്തിനെ കൊണ്ട് ഇവിടെ വീഡിയോയിൽ സഹിക്കാൻ പറ്റുന്നില്ല. അറിഞ്ഞപ്പോ ഇവിടെ കേരളം ഭരിക്കാനും കൂടിയാണ്, ഒരിക്കലും ഇല്ല. ഞാനല്ലോ ഒരു മുന്നോളവന് ഇവിടെ ബിരിയാ കുത്തിക്കറ്റാണ്. സമയം വൈകുന്നേരം 6:40. ഞങ്ങളിപ്പോ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഫുഡ് കഴിക്കൂല. മക്രോണി ഒരു ചെമ്പ് കുത്തിക്കയറ്റി, അതിന് ശേഷം അപ്പൊ ബിരിയാണി കുത്തിക്കയറ്റുന്നു. എന്നിട്ട് ഇവളും അതേപോലെ കുത്തിക്കയറ്റിയാണ്. ഇവളിപ്പോ ടോട്ടലി തള്ളലൊക്കെ കഴിക്കണില്ലേ. സ്വഭാവം സ്വഭാവം പത്ത് സ്വഭാവം അങ്ങനെ പോകും. പാത്തു അഭിനയിച്ച് റിയൽ ലൈഫിൽ പാത്തുമായി മാറിക്കണത്. അടാ സ്വഭാവം കാണിച്ചാ സ്വഭാവം. ഇവള് ഷോപ്പിങ്ങിന് പോയതാണ് താത്താന്റെ കൂടെ. അവിടെ പോയിട്ട് കടക്കാരോട് ചൂടാവുക, നാട്ടുകാരോട് ചൂടാവുക, ചൊറിഞ്ഞാട് പുള്ളി പിടിച്ചുണ്ടാക്കുക, ഒന്നാഴ്ച എരപ്പാക്കി നാട്ടിൽ പിടിച്ച് പൊട്ടിച്ച്. പാത്ത് പഴയ സ്റ്റൈലിക്ക് മാറുകയാണ്. പണ്ട് തടിച്ച് 90 ഇല്ലാണ്ട് ആ ലുക്ക് മാറാൻ പോവാണ്. ഇനി ഒട്ടകം മൂഞ്ചി അമ്മായിമതള്ളായി മാറും, അല്ലി മൂക്കൊച്ച് ശരിയായി മാറും. ബോധം പോയാ എടാ ഹമുക്കേ പിടിച്ച് പൂസലാ കേട്ടാ. പോടണേ എന്താടാ ജോൺസൺ മണ്ണ വെച്ച് കൊരലി പൊട്ടി പോവും. മണ്ണ വെക്കാണ് വെറുതെ. പാത്ത് കരാട്ടനാണ്, പാത്ത് പൊറാട്ടനാണ്. ശരിക്കും പറഞ്ഞ പാത്തുവിന് ഭയങ്കര വിഷമമുണ്ട്. എല്ലാരും പാത്തുവിനെ തള്ളാന്ന് വിളിച്ചതുകൊണ്ട് അപ്പൊ ആരും പാത്തുവിനെ തള്ളാന്ന് വിളിക്കുന്നത്. പാത്തുവിനെ നല്ല തള്ളാണെങ്കിലും അല്ലാതെ കാണുമ്പോ സ്വീറ്റ് ബോയ് അല്ല സ്വീറ്റ് ഗേൾ എന്നൊക്കെ വിളിച്ചാണ്ട് ക്യൂട്ട് ബേബി എന്നൊക്കെ പറഞ്ഞാണ്ട് കാണുമ്പോഴേ എന്നെ കാണുമ്പോൾ നല്ല ചെറിയ കുട്ടികളെ പോലെ ഫീൽ ചെയ്യുന്നതൊക്കെ ഇന്നോട് പറഞ്ഞിട്ടുണ്ട് കേട്ടാ. എന്താ ചെയ്യാ, പക്ഷെ അതേപോലെ ഓളോട് പറയണം എല്ലാരും ട്ടാ, പാത്തുവിനെ വിഷമിപ്പിക്കരുത്. പാത്തുവിനെ വിഷമിപ്പിച്ചാൽ കേരളം കത്തും പണ്ട് പറഞ്ഞ പോലെ.
തളർത്തണ്ട, ഞാൻ തടി കുറക്കും മോനെ. ഞാൻ കുറച്ച് 61 എത്തി. ഇപ്പൊ പെരുന്തിച്ചെന്നല്ലേ? അപ്പൊ എഴുതുണ്ടല്ലോ, ഇന്നലൊക്കെ ഞാൻ നിന്നില്ലല്ലോ. ഞാൻ പറഞ്ഞില്ല. ഇവിടെ ഒരാൾ അവിടെ കാര്യം സംസാരിക്കും, ഇവിടെ പെരുന്തട്ട് ഇട്ടുക. ആ ചെമ്പ് കിട്ടി കാലിയൊക്കെ തുടച്ചാ നമുക്കറിയില്ലേ? ആ ഇവള് ആ ബിരിയാണി എന്നിട്ട് ഭയങ്കര വേദന വെക്ക് ആണാ. അപ്പൊ തുടച്ചാ മതി. അപ്പൊ 5 മിനിറ്റ് കൊണ്ട് വീഡിയോ ആകെ 10 മിനിറ്റ്. അതിനുള്ളിൽ രണ്ട് സാധനങ്ങൾ നിന്ന് കിട്ടുന്നത് 10 മിനിറ്റ് ഉള്ളിൽ. കണ്ണ് ഞാൻ പറഞ്ഞില്ല. പോടി. അപ്പൊ പാത്തുന്റെ ഇപ്പൊ എത്ര കിലോ ഉള്ളത്? ഞാൻ 62 കിലോ ഉണ്ട്. ഭക്ഷണം കഴിച്ച 62, ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ 61 കിലോനാണ്. അപ്പൊ ഇനി എത്ര മാസം കൊണ്ട് കുറക്കും? 2 മാസം കൊണ്ട് ഞാൻ 6 കിലോ കുറച്ചു. അപ്പൊ ഞാൻ മറന്നാലും നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവണം. 2 മാസം കൊണ്ട് 6 കിലോ കുറക്കാം. 6 കിലോ കുറക്കാം. ഓക്കെ കാണാലോ. കാണാം. മുമ്പ് ഇതേമാതിരി ഞാനും അമ്മയും കൂടി വെച്ചു. അങ്ങനെ ഞാൻ എത്ര കിലോ കുറച്ച്? 17 കിലോ കുറച്ച്. 2 കിലോ വെച്ചിട്ട്. ആയിക്കോട്ടെ, കാണാം. തടി അപ്പൊ പാത്തൂരെ തടി കുറച്ചുള്ള വീഡിയോ നമുക്ക് 6 മാസം, എത്ര 2 മാസം അല്ലേ? 2 മാസം കഴിഞ്ഞിട്ട് നമുക്ക് വേറെ കിട്ടും. ഓക്കെ, അപ്പൊ അതുവരെയും ചാറ്റ. ബൈ. അപ്പൊ തിന്നാണ് നമുക്ക്. തേങ്ങയാണ്, വലിയ തലയാണ്. ആയിക്കോട്ടെ, ഇന്ന മൂച്ചമ കഴിച്ചിട്ട് ഞാൻ കയറി മൂച്ചമ. എന്തോ വർത്താനോ ഡയലോഗ് പറഞ്ഞു പൊട്ടത്തേക്കണേ ഏകദേശം. അല്ല സത്യത്തില് ഇപ്പൊ ജീവിതം അങ്ങനെ അയക്കണേ. ഇപ്പൊ നേരത്തെ പറഞ്ഞ ശരിയുണ്ടായി. ഇപ്പൊ ആ താത്തനെ, എന്റെ വലിയ താത്ത എന്താ പറഞ്ഞറിയോ, അങ്ങാടിക്ക് എവിടെയും കൊണ്ടാൻ പറ്റില്ല. അവളെ ഇപ്പൊ ഡയലോഗ് പറയുന്നുണ്ട്, നമ്മള് ഒച്ചമ്പളൊക്കെ സംസാരിക്കണ്ടല്ലോ, പടപടപടാന്ന്. അതേപോലെ എല്ലാവരും സംസാരിക്കണ്ടെന്ന്. ആരോടും എന്താ നോർമലി സംസാരിച്ചാ മതിയല്ലോ. ഷൂട്ടിങ് പത്രം സംസാരിക്കണില്ല വീഡിയോയില്. വീഡിയോ മാത്രം കുറച്ചിക്കണില്ലേ? സ്വഭാവം ദേഷ്യണ്ടാ? അക്കെ തല്ലാൻ മുതിയാണ്ടാ? അപ്പൊ പാത്തുവിന്റെ സ്വഭാവം നന്നാൻ വേണ്ടിട്ട് എല്ലാരും ദുആ ചെയ്യുക. ഈ നേർച്ച നേരാൻ പോയിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് 500 എന്റെ പേരില്, നിഷാം വേങ്ങരുടെ പേരിൽ 500 നേർച്ച പറയുന്നുണ്ട്. ട്രെയിനിന്റെ പേരാണ് നിസാമുദ്ദീൻ. ട്രെയിനിന്റെ പേര് ആണ് ഭാഗ്യം. ഓക്കെ, മനസ്സിലായോ? ബൈ. ശരി എന്നാലേ, ബൈ.